പരിശോധിക്കും. ഗോപാലൻ നടത്തിയിരിക്കുന്നു. സാർ, ഇത് ചതിയാണ്, കൊടും ചതി. പ്ലീസ് കം വിത്ത് മീ. വഴിമാറി തരണം. ഞങ്ങളെ തടസ്സപ്പെടുത്തരുത്. ഒരു കുറ്റവും ചെയ്യാത്ത ഗോപാലനെ ജയിലിൽ കൊണ്ടോ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മിസ്റ്റർ ഗോപാലൻ, ഞങ്ങൾക്ക് നിയമം നടത്തണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിസ്സഹായനാണ്. നിങ്ങൾ ദയവായി നിയമം നടത്തുന്നതിന് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തരുത്. ഞാൻ കുറ്റവാളിയല്ല, അത് എനിക്ക് നിങ്ങൾക്കും അറിയാം. മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും വേണം. അതുകൊണ്ട് ദയവായി നിങ്ങൾ വഴിമാറി കൊടുത്തേക്കുക. എല്ലാരും വഴിമാറി കൊടുക്കണം, കൊടുക്കണം. ബുദ്ധി എന്റേതാണെങ്കിലും അത് പ്രയോഗിച്ച് ചേട്ടനല്ലേ. കൺഗ്രാറ്റുലേഷൻസ്. കണക്ക് കൂട്ടിയത് പോലെ തന്നെ നേതാവ് അകത്തായി. നിരാഹാരമാണെന്ന് കേട്ടു. നടക്കട്ടെ. പിന്നെ നമ്മുടെ പൊന്നമ്മയുടെയും നാണപ്പിന്റെയും കല്യാണക്കാര്യം നമ്മൾ തമ്മിൽ ആലോചിച്ചെന്തായി? അവൻ സമ്മതിച്ചോ? വെരി ഗുഡ്. എന്നാൽ നമുക്ക് ഉടനെ നടത്തിക്കളയാം. ഓക്കെ ഓക്കെ. ആ നാണപ്പൻ ചെറുക്കന്റെ കൈ വല്ല കാശോ ചക്രം ഉണ്ടോ സാറേ? പിന്നെ കാശില്ലാതിരിക്കൂ. അവൻ നല്ലവനാടൂ. പാവം. പാവം ഒരു പൊണ്ടോന് എങ്ങനെ കൂടെ പോർക്കും? നീ പൊറുക്കണ്ടടി, നിനക്ക് സാറില്ലേ? എടീ, നിനക്കൊരു മേൽവിലാസം ഉണ്ടാകുന്നത് നല്ലതാടി. നേരാ സാറേ. പെണ്ണായാൽ മനുഷ്യനെ ബോധിപ്പിക്കാനെങ്കിലും ഒരു അന്തിക്കൂട്ട് വേണം. നാണപ്പനല്ലാതെ വേറെ ആരും നിന്നെ താലി കെട്ടിയാലും നമുക്ക് ഇതുപോലെ കയ്യാനൊക്കില്ലടി. അത് പറഞ്ഞാൽ ഇവളുടെ തലയെ കേറത്തില്ല സാറേ. എടീ പൊന്നമ്മേ, കതിർമണ്ഡപത്തിൽ കേറുന്നതിന് മുമ്പേ എനിക്ക് ദക്ഷിണ തരണം. അതിന് അവള് തന്നെ തരണോ? ഞാൻ തന്നാലും പോരെ? സാറ് തന്നാലും അവള് തന്നാലും കാശ് സാറിന്റെ തന്നെയല്ലേ. അന്ന് എനിക്ക് വയറ് നിറച്ച് ഡിപ്ലിക്കോസ് അടിക്കണം സാറേ. എന്റെ ഒരു ആശയാ. ഇത് നാണപ്പിന് കല്യാണത്തിന് എടുക്കാനുള്ള മുണ്ടും ഷർട്ടുമാണ്. ഇത് അവൾക്ക് സാരി. കൊച്ചമ്മ ഡ്രസ് തന്നു, അങ്ങനെ കുറെ രൂപയും തന്നു. പക്ഷേ ഈ കാർ എന്റെ കല്യാണത്തിന് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടാ തന്നത്. ബില്ല് മാറി കിട്ടിയിരുന്നെങ്കിൽ കല്യാണമേ ഇവിടെ വെച്ച് നടത്തുമായിരുന്നു. അതിരിക്കട്ടെ, കംസൻകുട്ടൻപിള്ളയുടെ അനന്തരവളാണോ പൊന്നമ്മ? എന്നാണ് മൂപ്പിലാൻ പറയുന്നത്. പക്ഷെ അതിന്റെ അക്കൽദാമ എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ചോദിച്ചറിയാമല്ലോ. ദാസാറിന്റെ പാചകമൊക്കെ അവളാണല്ലേ? അതെ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഉടനെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. എഞ്ചിനീയർ സാറിന്റെ അക്കൽദാമ മുടങ്ങി പോയില്ലേ? അത് ശരിയാ. അദ്ദേഹം എങ്ങോട്ടെങ്കിലും സ്ഥലം മാറി കഴിഞ്ഞാൽ ഒരു വീടെടുത്ത് രണ്ടുപേർക്കും കൂടി താമസിക്കണം. എന്നാ ഇനി നീ താമസിക്കണ്ട. കല്യാണം മംഗളമായി നടക്കട്ടെ. കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങുന്നതിന്റെയും കൊച്ചമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാതെ ഞങ്ങൾ വേറെ ഒരു അക്കൽദാമയ്ക്കും പോയില്ല. പൊന്നമ്മേ, അങ്ങൊന്നും കൊച്ചമ്മയും നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിന്റെ കഴുത്ത് താലി കെട്ടി. അപ്പൊ എന്നോട് സ്നേഹമില്ലായിരുന്നു? സ്നേഹമുണ്ട്. പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു വീടെടുത്ത് താമസിപ്പിക്കാനുള്ള അക്കൽദാമ എന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അതിനുള്ള സൗകര്യം വന്നിട്ട്
കല്യാണം കഴിച്ചാൽ മതിയെന്ന് കരുതി. ഏതായാലും നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ടല്ലോ, കഴിയുന്നതും വേഗം നമുക്കൊരു വീട് വെക്കണം. നിന്നിനി ജോലിക്ക് അയക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷേ പറഞ്ഞിട്ട് ഫലമില്ലല്ലോ. തൽക്കാലം പകൽ നമുക്ക് ജോലി ചെയ്യാം. രാത്രിയിൽ എന്നും ഞാനിങ്ങ് വരാം. കാശൊന്നും കളയാതെ തന്നെ ഏൽപ്പിക്കണം. എന്തിന്? നിന്റെ മാമനോടില്ലേ? രണ്ടുപേരും കാശ് എന്നെ ഏൽപ്പിച്ചാ മതി. വേണ്ട വേണ്ട, ഞങ്ങൾ ജോലി ചെയ്യുന്ന കാശ് ഞങ്ങൾ സൂക്ഷിച്ചോളാം. ആരും സഹായിക്കാൻ വരണ്ട. ആ തല തെറിച്ചവളെ, ഒരു സംബന്ധക്കാരനെ കിട്ടിയപ്പോ നീ മൂട് മറന്നോ? ഒറ്റ ബീക്കാൻ താൻ വീക്കുക പൊന്നമ്മയെ എന്നെ വീക്കുന്നൊന്ന് കാണട്ടെ. ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ നാടപ്പ, നീ അതൊക്കെ കാര്യമാക്കോ. എടോ ഡിപ്പിക്ലോസേ, പൊന്നമ്മ ഇപ്പൊ എന്റെ ഭാര്യ. ആര്? എന്റെ ഭാര്യ. തങ്കല്ല, എന്റെ. താൻ അവളെ ഭരിക്കാൻ വന്നാലേ അടിച്ച് രണ്ട് അക്കെല്ലാം ഇളക്കി കളയും. എന്തോന്ന്? അപ്പോ ഞാനവരൊന്ന് വരട്ടി നോക്കിയതാ. മോളെ മുട്ടായി. ഇപ്പൊ ഇവക്ക് മാമനേക്കായി സ്നേഹം മുട്ടായിയോടാ. അവൾ എന്തിനെങ്കിലും സ്നേഹിച്ച് പഠിക്കട്ടെ. ദാ, ഇത് കൊണ്ടുപോയി വെട്ടി കഴുകി വറുത്തും പൊരിച്ചൊക്കെ വെക്കാൻ. ഇന്നെന്താ പതിവില്ലാതെ വലിയ മീൻ? അറിഞ്ഞില്ലേ, ചേട്ടൻ ജാമ്യത്തിൽ ഇറങ്ങുക. ജയിലിൽ 2-3 ദിവസമായിട്ട് ഗോതമ്പുണ്ടുമായിട്ട് കഴിയുകയല്ലായിരുന്നു. ഇന്നെങ്കിലും വയറ് നിറച്ച് നല്ലതുപോലെ വല്ലതും കഴിക്കണം. കൂലി കിട്ടാത്ത ഈ സമയത്ത് എന്തിനാ ഇത് വാങ്ങിയത്? ആ കടമല്ലേ, കാശ് കിട്ടുമ്പോൾ കൊടുക്കും. ബില്ല് മാറിയില്ലെങ്കിലും കൂലിക്കുടിശ്ശിക തീർത്തു കൊടുക്കാൻ സർക്കാരിൽ നിന്ന് പണം വെച്ചിട്ടുണ്ട്. അപ്പോൾ സമരം നിർത്താമല്ലോ. നിർത്താം. ഗോപാലൻ കൂടെ വന്നു. മോളെ, ഇന്ന് നിന്റെ മാമൻ വരും. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. രണ്ടു ദിവസം കൊണ്ട് ചേട്ടനങ്ങ് ക്ഷീണിച്ചു പോയി. നിനക്ക് തോന്നുന്നതാണ്. എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളവനാ ഞാൻ. എനിക്ക് പേടിയായിരുന്നു. അയാൾക്ക് നാലെങ്കിലും പിടിച്ചു കിടത്താൻ പാടില്ലായിരുന്നു. ബാവ എന്നും രാത്രി ഈ തിണ്ണയ്ക്ക് വന്ന് കിടക്കുമായിരുന്നു. അതെ ചേട്ടാ, എന്നും അരി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. നല്ല സ്നേഹമുള്ള മനുഷ്യനാ. ഷാൻ കമ്മിറ്റി നോട്ടീസാണ്. കമ്പി വാങ്ങിച്ച വഴിയിൽ 1.5 ലക്ഷം രൂപ കൊടുക്കാനുള്ള വക്കീൽ നോട്ടീസ്. ഞാൻ എവിടെ കൊടുക്കും? നോട്ടീസിന് മറുപടി അയക്കണം. ഉടനെ കൊടുക്കാമെന്ന്. മറുപടി അല്ല അവർക്ക് ആവശ്യം, അവർക്ക് രൂപയാണ് ആവശ്യം. ഇത് കൂടാഞ്ഞിട്ട് മരിച്ചവരുടെ വീട്ടിലേക്ക് 10,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് സർക്കാർ എഴുതി വന്നിരിക്കുന്നു. ഞാൻ അന്നേ പറഞ്ഞതാ അവിവേകം ഒന്നും കാണിക്കരുതെന്ന്. ഗോപാലിന് കേസ് കൊടുക്കാൻ ബോംബ് എറിയിച്ചു. എന്നിട്ടിപ്പോ എന്തായി? ആളപകടം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. ആ ദാസ് പറഞ്ഞു, ഞാനങ്ങ് ചെയ്യിച്ചു. ആ വകയിൽ രൂപ 5000 ആ പൊന്നമ്മയ്ക്ക് കൊടുക്കേണ്ടി വന്നത്. അന്ന് ഒത്താശ പറഞ്ഞു തന്നവനൊക്കെ ഇപ്പൊ എവിടെ പോയി? അവനൊക്കെ ഇപ്പൊ എന്നെ കാണുമ്പോ ഒളിക്കുകയാണ്. ആ ദാസിനെ എനിക്കൊന്ന് കാണണം. എന്തിന്? എല്ലാ ചരടുകളും ഇപ്പൊ അയാളുടെ കയ്യിലല്ലേ. അയാളെ പിണക്കിയാൽ അനുഭവം എന്തായിരിക്കും അറിയാമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. ഞാൻ പോയി അയാളെ ഒന്ന് കാണാം. ദാസിനെയോ? അതെ. നീ നിന്റെ കൈ 10,000 രൂപയുണ്ട്. അത് നീ ഇവിടെ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഇതാര് പറഞ്ഞു മാമ? ആറുകൊല്ലത്ത് ഗോവിന്ദപിള്ള. ആ മാടക്കടക്കാരനല്ലേ? ആ, അയാളുടെ അച്ഛൻ തന്നതായിരിക്കും. അപ്പൊ എഞ്ചിനീയർ സാർ തന്നെ കാശോടെ? അദ്ദേഹം കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ തന്നില്ല. അതല്ലാതെ നിന്റെ വേറെ കാശ് കാണണമല്ലോ. ആ, അതെനിക്കൊരു വീട് വയ്ക്കാന്. ആ, അപ്പൊ നിനക്ക് തനതായ വീട് വേണം, ഭർത്താവ് വേണം. നിന്നെ കൊണ്ടുകിടന്ന ആളാക്കി എനിക്ക് ഡിപ്ലിക്കോസ് അടിക്കാൻ പോലും കാലണ തരില്ല അല്ലേ? ശരി, നീ ഈ വീട്ടിൽ തന്നെയാണല്ലോ പണം ഒളിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടോളാം. ഒന്നുമില്ലേ, അവളൊരു നായർ പെണ്ണല്ലോ. എന്റെ മോളുടെ പ്രായമല്ലേ ഉള്ളൂ. നിനക്ക് എന്നോട് ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ അവളെ വിളിച്ച് എന്നെ വീട്ടിർത്തില്ലായിരുന്നു. ഇത് പോകണം കേടായിപ്പ്. ഏത്? ആ ബാവ ഉള്ളോടാ ഇവിടെ അവളെയും കുഞ്ഞിനെ സംരക്ഷിക്കാൻ. ചേട്ടാ, ബാബ എനിക്ക് നല്ലപോലെ അറിയാം. നീ വെറും ശുദ്ധനാടാ. വെടിമരുന്നും തീയും ചേർന്നാലേ പൊട്ടും. മനസ്സിലായില്ല?
അന്യരായ ആണും പെണ്ണും തമ്മിൽ ചേർന്നാലേ സംഗതി എളുപ്പമാണെന്ന്. ഏതായാലും വന്നത് വന്നു. ഇനിയെങ്കിലും നീ അവനെ അവിടെ അടുപ്പിക്കണം.